തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്തെ 2 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. കുഞ്ഞിനെ കൊന്നത് താനെന്ന് അമ്മാവൻ ഹരികുമാറിന്റെ കുറ്റസമ്മതം. ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞുവെന്നാണ് ഹരികുമാറിന്റെ മൊഴി. പക്ഷേ പോലീസ് ഇക്കാര്യം പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. സഹോദരിയെ രക്ഷിക്കാൻ ഹരികുമാർ കുറ്റം ഏറ്റതാണെന്നാണ് പോലീസിന്റെ സംശയം. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ 2 വയസ്സുള്ള ദേവേന്ദുവാണ് മരിച്ചത്. ശാലിനിയും പ്രജിത്തും ചേരുന്നു വിവരങ്ങൾ നൽകുന്നതിനായി. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് പൂർണ്ണമായും അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു കുറ്റസമ്മതം എന്നുള്ള സംശയം പോലീസിന്റെ ഭാഗത്ത് ഉണ്ട്. എന്തായാലും ഈ മൊഴികളിൽ നിന്ന് പോലീസിന് വ്യക്തമാകുന്നത് എന്താണ്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ചില അഭ്യൂഹങ്ങൾ, ആശങ്കകൾ, സംശയങ്ങൾ, ദുരൂഹതകൾ, അതിലാണ് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒരു കൃത്യത, വ്യക്തതയൊക്കെ വന്നിട്ടുള്ളത്. ബാലരാമപുരത്തെ കോട്ടുൽക്കോണം മേഖലയിലുണ്ടായ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട പെൺകുട്ടി 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ ബാലരാമപുരം പോലീസ് എത്തുകയാണ്. ഹരികുമാർ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മാവൻ, അമ്മയുടെ സഹോദരി തന്നെയാണ് ഈ കൊല നടത്തിയത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ദേവേന്ദുവിന്റെ അമ്മാവൻ തന്നെ ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ള കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. രാവിലെ മുതൽ തുടങ്ങി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾ, ഒറ്റയ്ക്കും കൂട്ടിയിരുത്തിയും ഒക്കെ നടന്ന ചോദ്യം ചെയ്യലുകൾ, ആ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ കൃത്യമായി പോലീസിന്റെ മുൻപിലേക്ക് ആ തെളിവ് സഹിതം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അല്പസമയത്തിനകം ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ പ്രതി എന്ന് പറയുന്ന ഹരികുമാറിനെ ഇവിടെ നിന്നും നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടെ വൈദ്യപരിശോധന അടക്കം പൂർത്തീകരിച്ച ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 പേരെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ മാരത്തോൺ ചോദ്യം ചെയ്യൽ ഇവിടെ നടത്തിയത്. അമ്മ ശ്രീതു, ഒപ്പം തന്നെ അമ്മയുടെ അമ്മ, ഒപ്പം സഹോദരനായിട്ടുള്ള ഹരികുമാർ, ഇത്രയും 4 പേരെ ചോദ്യം ചെയ്തതിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ നൽകുക. ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ മൊഴികളിൽ ഉണ്ടാകുന്നു. ആ വൈരുദ്ധ്യങ്ങളിൽ പിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ ഹരികുമാർ തന്നെയാണ് ഈ കൊല നടത്തിയത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ ധാർഷ്ട്യം നിറഞ്ഞ മറുപടി നടത്തിയ ഹരികുമാറിനെ ആദ്യം മുതൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. പോലീസ് തന്നെ പോയി അന്വേഷിച്ച് പ്രതിയെ കണ്ടുപിടിക്കട്ടെ എന്നുള്ള ചില മറുപടികൾ ഹരികുമാറിന്റെ ഭാഗത്ത് നിന്ന് വന്നു. അവിടെയൊക്കെയാണ് ചോദ്യം ചെയ്യലിൽ ചില വ്യക്തതകൾ വരുത്തി പോലീസ് നടത്തിയ അന്വേഷണം. ആ അന്വേഷണത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് കൊല നടത്തിയിട്ടുള്ളത് ഹരികുമാർ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. പക്ഷേ അവിടെയാണോ കൊല നടത്തിയത്, ഒപ്പം തന്നെ ഹരികുമാർ തന്നെയാണോ ഇതിന് പിന്നെ, അതോ അമ്മയായിട്ടുള്ള സ്വന്തം സഹോദരിയെ സഹായിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുകയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുമാണ്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് ഈ പ്രതിയെ പുറത്തേക്ക് ഇറക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറെ മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾ, ദുരൂഹതകൾ, ആ ദുരൂഹതകൾ അങ്ങനെ നെയ്യാറ്റിൻകരയിൽ ബാലരാമപുരത്ത് നീങ്ങുകയാണ്. ഇന്ന് രാവിലെ ഒരു കാണാനില്ല എന്ന് ആരംഭിച്ചൊരു കേസ്, മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത കേസ്, പിന്നീട് സ്വന്തം വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്ന് 2 വയസ്സുകാരിയുടെ ചേതനയേറ്റ മൃതദേഹം കണ്ടെത്തുന്നു. ഫോറൻസിക്കും പോലീസും ഒക്കെ നടത്തിയ പരിശോധനയിലാണ് കൃത്യമായ തെളിവുകളിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും എന്താണ് ഈ മരണത്തിലേക്ക് എത്തിയത്? സാമ്പത്തിക ബാധ്യതയാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ, ദാമ്പത്യ പ്രശ്നങ്ങളിലെ എന്തെങ്കിലും വിള്ളലുകളാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് ഈ പോലീസ് കണ്ടെത്താനുള്ളത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു മെഡിക്കൽ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രോഹിണി. ശരി, ശാലിനി തുടരുക. പ്രജിത്തിലേക്ക് കൂടി പോവുകയാണ്. പ്രജിത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചേരുന്നത്. പ്രജിത്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നേരത്തെ ഏകദേശം 12 മണിയോടുകൂടി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി വരുന്നുണ്ടോ? വിവരങ്ങൾ. രോഹിണി, ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതിന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ ആദ്യം പൂർത്തീകരിക്കും, തുടർന്ന് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുക. ഈ മരണകാരണം, കുട്ടിയെ മരണകാരണം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, തുടർന്ന് ഒരു മറ്റ് സാഹചര്യങ്ങൾ എന്തൊക്കെയുണ്ട്, കുട്ടിയുടെ ശരീരത്തിലെ ക്ഷതങ്ങൾ എന്തെങ്കിലും കൂടുതലായി ഉണ്ടോ, ഉള്ളിൽ കൂടുതൽ പരിക്കുകൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം കുട്ടിയെ വെള്ളത്തിലേക്കാണ് എറിഞ്ഞതെങ്കിൽ, വെള്ളത്തിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുകയാണെങ്കിൽ കുട്ടി വെള്ളത്തിൽ വീണതുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പാക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. അതിനുശേഷം തുടർന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. സ്വാഭാവികമായും കുട്ടിയുടെ മറ്റ് ബന്ധുക്കൾക്ക്, ഇപ്പോൾ ആരോപണ വിധേയരല്ലാത്ത ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും
കുട്ടിയുടെ കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. കുട്ടിയുടെ അമ്മാവൻ മൊഴി നൽകിയിരിക്കുന്നു. പക്ഷേ അതിൽ കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് എന്തിനാണ് ഇത് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. കുട്ടിയെ കൊലപ്പെടുത്താനുണ്ടായ കാരണം, അതിൻ്റെ സാഹചര്യങ്ങൾ, കൂടുതൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള പരിശോധനകളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴെന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുട്ടിയുടെ മൃതദേഹം അല്പസമയം മുൻപ് എത്തിച്ചു. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങളുമായി മോർച്ചറി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. രോഹിണി. ശരി, പ്രജിത്ത ശാലിനിയിലേക്ക് വീണ്ടും പോവുകയാണ്. ശാലിനി, കുടുംബാംഗങ്ങളുടെ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയാണ് പോലീസിനെ ആദ്യം മുതൽക്കേ കുഴയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ അമ്മാവൻ കുഞ്ഞിനെ കൊന്നു എന്ന് കുറ്റസമ്മതം നടത്തുമ്പോഴും അമ്മയും മുത്തശ്ശിയും അച്ഛനും കുഞ്ഞിൻ്റെ അച്ഛനുമുണ്ട്. അവർ പറയുന്ന മൊഴികളിൽ ഇപ്പോഴും വൈരുദ്ധ്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കുഞ്ഞിനെ എന്തിനാണ് കൊന്നത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ അമ്മാവനായ ഹരികുമാർ പോലീസിനോട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ശാലിനിക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രോഹിണി, ആദ്യം മുതൽ തന്നെ ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയായിരുന്നു ബാലരാമപുരം പോലീസിനോട് അമ്മാവനായിട്ടുള്ള ഹരികുമാർ നടത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, പോലീസ് സ്ഥിരീകരിക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള സഹായം അമ്മ കൂടിയായിട്ടുള്ള ശ്രീജുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഈ കൊലപാതകത്തിൽ എന്നുള്ളതാണ്. അതോ അമ്മയെ സഹായിക്കാൻ വേണ്ടി ഹരികുമാർ ഈ കുറ്റം ഏറ്റെടുത്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നത്. എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകളടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്. അതിലായിരിക്കും പക്ഷേ ഒരു കാര്യത്തിൽ വ്യക്തത വരിക എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം ബാലരാമപുരം കോട്ടൂർക്കോടത്ത് ഇത്തരത്തിൽ 2 വയസ്സുകാരിയെ കാണാനില്ല എന്നുള്ള വാർത്ത വരുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പെൺകുട്ടി മരിച്ച നിലയിൽ കിണറ്റിൽ നിന്നും കണ്ടെത്തുന്നു. അതിൽ കുടുംബത്തിന് പങ്കുണ്ട് എന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയാണ്. കാരണം ചുറ്റുമതിലാൽ ഉള്ള ഒരു വീട്ടിൽ മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന് കൊല നടത്തിയിട്ടില്ല എന്നുള്ള സ്ഥിരീകരണം പോലീസ് ആദ്യ മണിക്കൂറിൽ തന്നെ നടത്തുന്നു. അതിനുശേഷം നടത്തിയ പരിശോധനയിലടക്കം കുടുംബത്തുള്ളവർ തന്നെയാണ് കൊല നടത്തിയത് എന്നുള്ള സ്ഥിരീകരണം പോലീസ് നൽകുന്നു. ഫോറൻസിക് വിദഗ്ധർ, ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ളവർ അവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയാണ് ഈ കേസിന്റെ വലിയ രീതിയിലുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തത്. ഇതേ ഘട്ടത്തിൽ തന്നെ ഫോറൻസിക്കിന്റെയും പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നടക്കുന്ന അതേ സമയത്ത് തന്നെ 4ഓളം പേർ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ ശ്രീജു, ശ്രീജിത്ത്, അച്ഛൻ, അമ്മയുടെ അമ്മ മുത്തശ്ശി, ഒപ്പം തന്നെ സഹോദരൻ കൂടിയായിട്ടുള്ള അമ്മയുടെ സഹോദരൻ ഹരികുമാർ, അമ്മാവൻ എന്ന് പറയപ്പെടുന്ന കേസിലെ 1-ാം പ്രതി എന്ന് നിലവിൽ പറയപ്പെടുന്ന ഹരികുമാറിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ആദ്യഘട്ടം മുതൽ നടത്തിയ ചോദ്യം ചെയ്യലുകൾ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇരുവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഒറ്റയ്ക്കിരുത്തി 4 പേരെയും ചോദ്യം ചെയ്യുന്നു. അതിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിലാണ് ധാർഷ്ട്യത്തോട് നിറഞ്ഞ ചില മറുപടികൾ പോലീസിനോട് ഹരികുമാർ നടത്തുന്നത്. നിങ്ങൾ പോയി അന്വേഷിക്കൂ, നിങ്ങൾ പോയി പ്രതിയെ കണ്ടുപിടിക്കൂ എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നു. അതിനുശേഷമാണ് കേസിന്റെ നിർണായകമായ വഴിത്തിരിവിലേക്ക് പോലീസ് കടക്കുന്നത്. ഹരികുമാർ തന്നെയാണ് ഈ കൊല നടത്തിയത് എന്ന് സ്ഥിരീകരിക്കുന്നു. കുറ്റസമ്മതം നടത്തിക്കൊണ്ട് ഹരികുമാർ സ്വയം ഈ കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. താനാണ് കൊല ചെയ്തത്, കുട്ടിയെ ജീവനോടെ തന്നെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് പോലീസിനോട് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അത് ഹരികുമാർ തന്നെയാണോ ഈ കൊല നടത്തിയത്, അതോ ഹരികുമാറിന് ഏതെങ്കിലും തരത്തിൽ അമ്മയടക്കമുള്ളവർ സഹായിച്ചിട്ടുണ്ടോ, മറ്റു 3 പേർക്കും ഇതിൽ ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ മൊഴി നൽകുമ്പോൾ തന്റെ ഒപ്പമല്ല ഈ പെൺകുട്ടി കിടന്നത് എന്നുള്ള മൊഴിയായിരുന്നു ഹരികുമാർ പോലീസിന് നൽകിയത്. അതേസമയം തന്നെ ശ്രീജു, അമ്മയും ശ്രീജുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് അടക്കമുള്ളവർക്കൊപ്പം, സഹോദരിക്കുമൊപ്പമാണ് ഈ പെൺകുട്ടി ഉറങ്ങിയതെന്ന് അമ്മ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തശ്ശിയും ഇതേ രീതിയിലുള്ള പ്രതികരണമാണ് പോലീസിനോട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മൊഴികളിലെ അടക്കമുള്ള ചില വൈരുദ്ധ്യങ്ങൾ, ഒപ്പം തന്നെ സഹോദരിയുടെ നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ നടത്തിയ അന്വേഷണം, അതിലാണ് ഇത്തരത്തിലൊരു മരണം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ കൊലപാതകമാണ് എന്നുള്ളതിൽ സ്ഥിരീകരണം ഔദ്യോഗികമായി വരികയും ചെയ്തു. പക്ഷേ എന്തിനു വേണ്ടി ഹരികുമാർ ഈ കൃത്യം നിർവഹിച്ചു, ആർക്ക് വേണ്ടി ഈ കൃത്യം നിർവഹിച്ചു, എന്താണ് ഇതിന്റെ മോട്ടീവ്, സാമ്പത്തികമാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഈ കൊലയിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. എന്നാലും വീട്ടിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക ബാധ്യത വലിയ രീതിയിൽ അലട്ടിയ ഒരു കുടുംബമാണ്. ഏകദേശം 1/2 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിനുണ്ട് എന്ന് പ്രദേശവാസികളും ചില ജനപ്രതിനിധികളും അടക്കം സ്ഥിരീകരിച്ചൊരു പശ്ചാത്തലം കൂടിയാണ്. എന്തായാലും അത്തരത്തിലേതെങ്കിലും കാരണമാണോ കൊലപാതകത്തിലേക്ക് എത്തിയത്, ഒരു രീതിയിലുമുള്ള സംശയങ്ങൾക്ക് ഇടവരുത്താതെ തുടക്കം മുതൽ ഒടുക്കം വരെ നിന്ന പോലീസിന്റെ മുൻപിലാണ് ഒടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ഇതിൽ കുറ്റം ചെയ്തത് പുള്ളി തന്നെയാണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി കുറ്റം ഏറ്റെടുത്തതാണോ എന്നതിലാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരുന്നു. അല്പസമയത്തിനകം നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്കായി പുറത്തേക്ക് ഇറക്കുകയും ചെയ്യും. ശരി ശാലിനി, ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. കുഞ്ഞിനെ കൊന്നത് താനെന്ന അമ്മാവൻ ഹരികുമാറിന്റെ കുറ്റസമ്മതം. ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞുവെന്നാണ് ഹരികുമാറിന്റെ മൊഴി. പക്ഷേ പോലീസ് ഇക്കാര്യം പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.